ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1666 ദിവസമായ ഇന്ന് 2025 ഡിസംബർ മാസം 6 തീയതി ശനിയാഴ്ച. 1201 ആണ്ട് വൃശ്ചിക മാസം 20 തീയതി. ഗുരുവചനങ്ങളിലൂടെ ഏത് നിയമങ്ങളെയും കാലാനുസരണം പരിഷ്കരിക്കുക തന്നെ വേണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വിദൂര സാദൃശ്യങ്ങൾ എന്ന് വിവരിക്കുന്നതിൻ്റെ 29 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആധുനിക കാലത്ത് ബെർഗ്സന്റെ ചിന്തയിൽ ഈ ഉൾക്കാഴ്ചയ്ക്ക് ഒരു പൊതുജീവൻ ലഭിച്ചു. എന്നാലും പൊതുവെ നോക്കിയാൽ ആധുനിക തത്വചിന്തയുടെ ചിന്താപദ്ധതിയിലും പ്രമാണശാസ്ത്രത്തിലും അതിനുള്ള സ്ഥാനം ഇപ്പോഴും അവ്യക്തമായി തന്നെ അവശേഷിക്കുന്നതേയുള്ളൂ. ഗുരുവരുളിനെ സംബന്ധിക്കുന്ന ശാസ്ത്രത്തിന്, അതായത് ബ്രഹ്മവിദ്യയ്ക്ക് അനുയോജ്യമായ ചിന്താരീതി അന്തർമുഖവും ധ്യാനാത്മകവുമായ തത്വദർശനത്തിൻ്റെതാണ്. ശാസ്ത്രീയമായ തത്വനിർണയങ്ങൾ ഒരു പരിധിവരെ പ്രയോജനമുള്ളവയാണെങ്കിലും സുനിശ്ചിതമായ ഒരു അവസാന തീരുമാനത്തിലെത്താൻ ആ രീതി ഒരിക്കലും സഹായിക്കുകയില്ല. അതിലെ ഓരോ അഭ്യൂഹവും പ്രായോഗിക ആവശ്യങ്ങൾക്ക് അനുരൂപമായ തരത്തിൽ സ്വീകാര്യമായ ഓരോ ഉത്തരം തരുന്നുണ്ടാവും എന്ന് മാത്രം. സംശയാത്മാവായിരിക്കാനും യുക്തിവിചാരത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ടെന്ന് ബോധ്യപ്പെടാനും കഴിയുന്നിടം വരെ നമ്മെ നയിച്ചുകൊണ്ടു പോകാനേ ആധുനിക ശാസ്ത്രത്തിന് ധൈര്യമുള്ളൂ. ഒരു മെഴുകുതിരി കത്തുന്നത് കാണുമ്പോൾ അതെങ്ങനെ കത്തുന്നു എന്ന് ചോദിക്കാൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ അനുവാദമുണ്ട്. എന്നാൽ എന്തിന് അത് കത്തുന്നു എന്ന ചോദ്യമുണ്ടായാൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ അധ്യാപകൻ നിർബന്ധിതനാകും. അഥവാ ഒരു കുട്ടി അങ്ങനെ ചോദിക്കുന്നതിൽ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അധ്യാപകന് ചെയ്യാൻ സാധിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാമെന്ന് ആത്മവിശ്വാസമുള്ള മറ്റൊരു ആചാര്യൻ്റെ അടുക്കലേക്ക് കുട്ടിയെ അയക്കുക. ആ ആചാര്യൻ ശാസ്ത്രീയമായി ശിക്ഷണം നേടിയിട്ടുള്ള അപൂർവ ജ്ഞാനികളിൽ ഒരുവനല്ലെന്നുണ്ടെങ്കിൽ ബാലിശമായ വിശ്വാസ പ്രമാണങ്ങൾ നിരത്തിവെച്ച് ഉത്തരം പറഞ്ഞെന്ന് വരുത്തുന്ന തരംതാണ ഒരേർപ്പാടായിത്തീരും അത്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.